AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം കേൾക്കുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇറാൻ, ഇസ്രയേൽ, US സംഘർഷത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുഗമമായ കപ്പൽ സഞ്ചാരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സംഘർഷം വളർന്നതോടുകൂടി ലോകത്തെ എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യത്തെയും ജനങ്ങൾ വാസ്തവത്തിൽ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങി. നമുക്കറിയാം, ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഗ്യാസിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പല ചെറുകിട ഹോട്ടലുകൾ പോലും അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സംഘർഷം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു നമ്മളെല്ലാം ആശങ്കാകുലരാക്കുന്ന വിഷയം. എന്നാൽ സംഘർഷത്തിനിടയിൽ ഒരു വെള്ളി വെളിച്ചം പോലെ ഇറാനും അമേരിക്കയും ഒരു വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന വാർത്ത ലോകം മുഴുവൻ വളരെ ആശ്വാസത്തോടെയാണ് കണ്ടത്. ഇറാനിലെയും UAEയിലെയും അമേരിക്കയിലെയും ഇസ്രയേലിലെയും എല്ലാം സാധാരണ ജനങ്ങൾ അതിൽ വലിയ ഒരു ആശ്വാസം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് കിട്ടുന്ന അറിവനുസരിച്ച് വീണ്ടും സംഘർഷത്തിൻ്റെ പാതയിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹോർമുസ് കടലിടുക്കിൽ വേണ്ടി വന്നാൽ തങ്ങൾ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഇറാനും, ലെബനനിലെ യുദ്ധം ഇന്നലെ എനിക്ക് തോന്നുന്നത് ഇസ്രയേൽ വളരെ തീമഴ തന്നെ പെയ്യുകയുണ്ടായി. ലെബനിൽ നൂറുകണക്കിന് ആൾക്കാർ അവിടെ മരണപ്പെടുകയും ചെയ്തു. അപ്പം ലെബനിലെ യുദ്ധം തുടരുന്നതിനെതിരെയാണ് ഇറാൻ ഏറ്റവും അവസാനമായി വീണ്ടും ഭീഷണിയുമായി വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ തങ്ങൾ ഈ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഇന്നും നാളെയുമായി ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ അമേരിക്കയും ഇറാൻ്റെയും നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ നിന്ന് ഞങ്ങൾ ഏകപക്ഷീയമായി പിന്മാറുമെന്നും അറിയിച്ചിരിക്കുകയാണ്. വീണ്ടും സംഘർഷത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ജനതയെല്ലാം ആശങ്കയുടെ മുൾമുനയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം, ഇറാനിൽ ഷിയ ഗ്രൂപ്പിൽപ്പെട്ട മുസ്ലിം ജനതയും UAEയിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ജനവിഭാഗവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു യോജിപ്പ്, മാനസികമായ ഒരു യോജിപ്പ് ഒരു കാലത്തും ഉണ്ടാവില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ UAEയിലേക്ക് വേണ്ടി വന്നാൽ, UAEയിലെ 6 രാജ്യങ്ങൾ വേണ്ടി വന്നാൽ തങ്ങൾ ആക്രമണത്തിന് കരുവാക്കുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് വാസ്തവത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു മുഖം നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതോടൊപ്പം ട്രംപ് അസന്നിഗ്ധമായി അടിവരയിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ മുഴുവൻ തകർക്കുമെന്നുള്ള ഭീഷണിയും എല്ലാം കൂടി ചേർന്ന് ലോകം ഇന്ന് ആകാംക്ഷയുടെ മുൾമുനയിലാണ്. നമുക്ക് ഇപ്പോഴും തീർത്ത് പറയാൻ കഴിയില്ല നാളെ എന്ത് സംഭവിക്കും. അത് ഒരുപക്ഷെ ഈ യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെട്ടാൽ തീവ്രമായ ഒരു വലിയ യുദ്ധത്തിലേക്ക്, അത് ഒരുപക്ഷെ 2-3 രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലാത്ത രീതിയിൽ UAEയിലേക്കൊക്കെ ഒരുപക്ഷെ യുദ്ധം വ്യാപിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെ, കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും തീവ്രമായ ഒരു പ്രതിസന്ധിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UAEയിൽ തന്നെ എനിക്ക് തോന്നുന്നത് 2 മുതൽ 2.1 മില്യൺ ആൾക്കാരാണ് മലയാളികളും ഇന്ത്യക്കാരുമൊക്കെ ആയിട്ട് അവിടെ. മലയാളികൾ ഈ 6 രാജ്യങ്ങളിൽ മലയാളികൾ തന്നെ അത്രയുമുണ്ട്. അവരൊക്കെ എത്രയും തിടുക്കത്തിൽ തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാം. അതുപോലെ ഇന്ത്യയിലേക്കും ഉള്ള അഭയാർത്ഥി പ്രവാഹം, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അങ്ങനെ ഇത് ഒരു ലോകയുദ്ധത്തിൻ്റെ
അവസ്ഥയിലേക്ക് പതുക്കെ മാറുമോ എന്നുള്ള ആശങ്കയാണ് നമ്മെ എല്ലാവരെയും വാസ്തവത്തിൽ ഇന്ന് സംശയത്തിൻ്റെ മുൾമുനയിൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ആപത്തിൻ്റെ വരവിനെ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. നമുക്ക് അറിയാം, ട്രംപ് വളരെ വലിയ യുദ്ധഭീഷണി മുഴക്കിയപ്പോൾ ഇറാനിലെ ഏകദേശം 80 ലക്ഷം ജനങ്ങളോളം ആണ് കരയുദ്ധത്തിന് തയ്യാറാകുവാൻ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്തത്. അങ്ങനെ ഒരു കരയുദ്ധത്തിലേക്കും കൂടി പോയാൽ പിന്നെ ലോകം വെണ്ണീറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ആണവ യുദ്ധത്തിലേക്ക് ഒരുപക്ഷെ അത് വഴുതി വീഴാം എന്നുള്ള ഒരു ആശങ്കയാണ് നമ്മെ ഏറ്റവും അധികം അലട്ടുന്നത്. നമുക്കറിയാം, അമേരിക്കയും ഇസ്രയേലും ഇതുവരെ ടാർഗറ്റ് ഇട്ടിരുന്നത് ഇറാൻ്റെ ആണവ നിലയങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ ഒക്കെയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ട്രംപിൻ്റെ ഭീഷണി ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകർത്ത് ഞങ്ങൾ തൂത്തെറിയുമെന്നുള്ള ഒരു വലിയ ഭീഷണിയാണ്. ഏതായാലും പാകിസ്ഥാൻ അതിൽ മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ട് വന്നു. അത് പൂർണ്ണമായും വിജയിച്ചോ എന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നാം ഇപ്പോഴും. എങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചം ഇസ്ലാമാബാദിൽ ഉള്ള ചർച്ചയിലുണ്ടാകുന്നു. ലെബനിലെ യുദ്ധ സാഹചര്യം ഒഴിവാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.